ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്. അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ആഗ്രഹമല്ലേ ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കണ്. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ടി എങ്ങനെയാണെന്ന്. ഷാജിദ ഷാജിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പരിതാപകരമാണ്. അവരുടെ നാക്ക് കാരണം സമാധാനം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കാണുന്നത്. എന്തൊക്കെയാണെങ്കിലും ആളിപ്പോഴും ഇന്റർവ്യൂവിൽ നിന്നൊന്നും ഇറങ്ങിയിട്ടില്ല. സോഷ്യൽ മീഡിയ ആഘോഷമാക്കുകയാണ് അവരുടെ വാർത്തകൾ. അവർ പലർക്കും അയച്ച വോയിസ് ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിധവ എന്ന പേര് കേട്ട് കേട്ട് സാഹിക്കിട്ട് ആരെയെങ്കിലും ഒന്ന് കെട്ടിയാൽ മതിയായിരുന്നു എന്നായി അവർ. ആ പേര് മാറിക്കിട്ടണം. തനിക്കും ഭർത്താവ് ഉണ്ടെന്ന്, സ്നേഹിക്കാൻ ആളുണ്ടെന്ന് എല്ലാവരും അറിയണം. എനിക്ക് മറ്റുള്ളവരെ പോലെ ജോളിയടിച്ച് ജീവിക്കണം. സമാധാനത്തോടെ സ്വന്തമായി ഒരു വീട്ടിൽ കഴിയണം. ഇതൊക്കെ ഏതൊരു പെണ്ണും ആഗ്രഹിക്കുന്ന ആഗ്രഹമാണ്. പക്ഷേ അവർ സ്വീകരിച്ച വഴി വ്യത്യസ്തമാണെന്ന് മാത്രം. ഏത് വഴിയിലൂടെ ആണെങ്കിലും ഒരാൾ അവർക്ക് മഹർ നൽകിയപ്പോൾ അത് എങ്ങനെ അവതരിപ്പിക്കണമെന്നു പോലും ചിന്തിക്കാതെ തോന്നിയതുപോലെ എന്തൊക്കെയോ അവർ വിളിച്ചു പറഞ്ഞു. അത് അവർക്ക് തന്നെ വിനയാകുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ മഹറിനു പിന്നിൽ വലിയൊരു ചതിയുടെ ഗൂഢാലോചനയുടെ ഒരു കളിയുണ്ടായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. ഒരു ബന്ധവുമില്ലാത്ത കാര്യമാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർ പറയുന്നത്. എന്നാൽ ഇതൊന്നുമല്ല സത്യമെന്ന് കാണിച്ച് പലരും രംഗത്ത് വരുന്നുമുണ്ട്. പലരും പ്രൂഫ് അടക്കമാണ് രംഗത്ത് കൊണ്ടുവരുന്നത്. ഷാജിദയുടെ മഹർ തട്ടിപ്പിന് ഇരയായി എന്ന് പറഞ്ഞ രീതിയിലാണ് പലരും രംഗത്ത് വന്നത്. ആരാണ് ഈ ഷറഫ് അലി, ആരാണ് ഈ റഹൂഫ്, ആരാണ് ആഷിഖ്, ഇവരുടെ പേരുകളൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ കാണുന്നത് ഫെഡറൽ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. 43,500 രൂപ ഷാജിദക്ക് ട്രാൻസാക്ഷൻ നടത്തിയതിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റാണിത്. ഇക്കഴിഞ്ഞ നവംബർ 13 ഷാജിദയുടെ അക്കൗണ്ടിലേക്ക് 43,500 രൂപ ട്രാൻസ്ഫർ ചെയ്തു എന്നതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഡീറ്റെയിൽസ്. ഷാജിദയുടെ കഴുത്തിൽ കിടക്കുന്ന മാല ഷറഫ് അലി കൊടുത്തതല്ല എന്നതിൻ്റെ തെളിവ് കൂടിയാണിത്. ഇതിനു മുമ്പ് ഷറഫ് അലിയുടെ ഫ്രണ്ട് പറയുന്നുണ്ട് ആ മാല ഷറഫ് അലി മേടിച്ചു കൊടുത്തതല്ല എന്ന്. എന്നാൽ ഈ മാല ആരാണ് മേടിച്ചു കൊടുത്തത്? റഹൂഫ് എന്ന വ്യക്തിയാണ് ഇത് മേടിച്ചു കൊടുത്തത്. റഹൂഫ് തന്നെയാണ് ഇതിന്റെ പ്രൂഫ് പല യൂട്യൂബേഴ്സിനും അയച്ചു കൊടുത്തിരിക്കുന്നത്. റഹൂഫിന് ഷാജിദ അയച്ചു കൊടുത്ത വോയിസ് റെക്കോർഡ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ലോക്കറ്റ് അടിക്കാൻ കൊടുക്കുന്നുണ്ട്. അതിന് ഒരു 11,000 അഡ്വാൻസ് ചെയ്യണം ഇന്നത്തെ റേറ്റിന്. ആഗ്രഹമല്ലേ ഇപ്പൊ പൂർത്തിയാക്കി കൊണ്ടിരിക്കണ്. പൂർത്തിയായല്ലോ, എടുത്തല്ലോ. പിന്നെ പേരെന്താ കൊടുക്കണ്ടേ? വേഗം പറയും. റഹൂഫ് സ്പെല്ലിങ് വിട്ടി എങ്ങനെയാണെന്ന്. മഹർ കൊത്താൻ 11,000 കൂടി വേണമെന്നും മഹറിൽ പേര് എന്താണ് കൊടുക്കേണ്ടതെന്നും റഹൂഫ് എന്ന പേരിൻ്റെ സ്പെല്ലിംഗ് എന്താണെന്നും ആഗ്രഹമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നതെന്നും ഷാജിദ പറയുന്നുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഷാജിദയെ നിക്കാഹ് കഴിച്ച ആൾ റഹൂഫ് ആവണ്ടേ? അല്ലെങ്കിൽ മഹർ റഹൂഫ് ഗിഫ്റ്റായി കൊടുത്തതാണോ? ഞാൻ അതല്ല ചോദിച്ചത്. നിങ്ങള് അവിടെ നിന്ന് നാട്ടിക്ക് എപ്പോഴും വരാ? അടുത്ത മാസം വരുമോ? അടുത്ത മാസം വരികയാണെന്നുണ്ടെങ്കിൽ നിക്കാൻ്റെ കാര്യങ്ങൾ നോക്കാനാണ്. വേറെ കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനമാക്കണം, ഇല്ലെങ്കിൽ ശരിയാവില്ല. എന്നിട്ട് വീടെടുത്തിട്ട് താമസിക്കാം തൽക്കാലം. പിന്നെ നമുക്ക് വീട് മേടിക്കാം, അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ കഴിച്ചിട്ട് നിങ്ങളെ വീട്ടിൽ താമസിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ നിങ്ങളെ ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാൻ്റെ അടുത്ത് ഞാൻ റെഡിയാണ് അവരുടെ കൂടെ നിൽക്കാൻ. ഇല്ലാന്ന് നിക്കാഹ് കഴിച്ചാൽ സമാധാനത്തിൽ നിങ്ങളുടെ ഭാര്യ എന്നുള്ള ഒരു നിലയിൽ എനിക്ക് ജീവിക്കാം. ഇത് ഈ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു പേരുണ്ടല്ലോ, അതെനിക്ക് കേട്ട് മടുത്ത്. എനിക്ക് അതിൻ്റെ ആ ഒരു എന്താ പറയുക ടെൻഷൻ ഒരുപാടുണ്ട്. എനിക്ക് അതൊന്ന് മാറ്റി കിട്ടണം.
എവിടെ മക്കളുടെ ഉപ്പ അല്ലെങ്കിൽ ഹസ്ബൻഡ് എവിടെയെന്ന് വെച്ചാൽ എനിക്ക് പറയാനൊരാളുണ്ട്. ആൾ വേണം എനിക്ക്. അത് മാത്രല്ല, എല്ലാത്തിനും കട്ട സപ്പോർട്ടായിട്ട് ഒരാൾ നമ്മൾ കൂടെ വേണം. അത് മസ്റ്റാണ്. ഇല്ലാന്നുണ്ടെങ്കിലേ ജീവിതം വേസ്റ്റാണ്, വെറുതെയാണ്. ഇതിനെല്ലാം ഉത്തരം ഷാജിദയാണ് പറയേണ്ടത്. ഒരുപാട് പേര് നിക്കാഹ് കഴിക്കാൻ ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ടെന്നും ഗൾഫിൽ നിന്നും നിക്കാഹ് കഴിക്കാൻ ഉടനെ നാട്ടിൽ വരണമെന്നും ഷാജിദ പറയുന്നുണ്ട്. ഒരു വീടെടുത്ത് ജീവിക്കണമെന്നും അതല്ലെങ്കിൽ നിങ്ങളുടെ ഉപ്പയ്ക്കും ഉമ്മയ്ക്കും ഒപ്പമാണെങ്കിലും അതും കുഴപ്പമില്ലാമെന്നും നിക്കാഹ് കഴിച്ചാൽ ഭാര്യ എന്ന നിലയിൽ ജീവിക്കാമെന്നും ഭർത്താവ് ഇല്ലാത്ത സ്ത്രീ എന്ന ആ പേര് കേട്ട് മടുത്തു, അതിൻ്റെ ടെൻഷൻ അത് ഒന്ന് വേറെ തന്നെയാണ്. കുട്ടികളുടെ ഉപ്പ എവിടെ, ഹസ്ബൻഡ് എവിടെ എന്ന് ചോദിച്ചാൽ പറയാൻ ഒരാളുണ്ടാകുമല്ലോ. അത് മാത്രവുമല്ല, എല്ലാ തരത്തിലും എല്ലാ കാര്യങ്ങൾക്കും കട്ട സപ്പോർട്ടായി ഒരാൾ കൂടെ വേണം. ഒരു സ്ത്രീക്ക് നിർബന്ധമാണത്. അതില്ലാതെ ജീവിതം വേസ്റ്റ് ആണെന്നും അവർ പറയുന്നു. സ്വാഭാവികമായും ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ ആ ഒരു വേദന മനസ്സിലാവുള്ളൂ. ആ ഒറ്റപ്പെടലിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വാക്കുകളാണ് ഇവ. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഷാജിദയെ ആർക്കും കുറ്റം പറയാനും പറ്റില്ല. എന്നാൽ ഇവിടെ ഷാജിദ എന്താണ് പ്രവർത്തിച്ചത്? ശരിക്കും റൌഫിനെ ഇവർ വിഡ്ഢിവേഷം കെട്ടിച്ചതാണോ? ഷാജിദയുടെ ഓരോ വാക്കുകളും വ്യക്തതയില്ലാത്തതാണ്. ഷാജിദ ഓൺലൈൻ മീഡിയ എൻ്റർടൈൻമെൻറ്റിലൂടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് വിവാഹം കഴിഞ്ഞത് ഡിസംബർ 1 എന്നാൽ മഴവിൽ കേരളയിൽ നവംബർ 23 എന്നാണ്. ഷറഫ് അലിയുടെ ഫ്രണ്ട് പറയുന്നു നവംബർ 22 എന്നാലും അതൊക്കെ ഏകദേശം അടുത്തടുത്തും. റൌഫ് മാലക്കായി പൈസ അയച്ചത് നവംബർ 13. നവംബർ 13 നവംബർ 23 ഇടയിൽ ഷാജിദക്കും റൌഫിനും തമ്മിൽ എന്ത് സംഭവിച്ചു? റൌഫും ഷാജിദയും തമ്മിൽ ഉടക്കി പിരിഞ്ഞോ? അല്ലെങ്കിൽ ഷാജിദ റൌഫിനെ മനഃപൂർവ്വം ചതിക്കുകയായിരുന്നോ? ഷറഫ് അലി ഏത് മഹറാണ് കെട്ടിയത്? അതല്ലെങ്കിൽ റഊഫ് കൊടുത്ത മാല എവിടെ? തൻ്റെ മഹറാണെന്ന് പറഞ്ഞ് കാണിച്ച അതേ മാല തന്നെയാണ് റഊഫിന് കാണിച്ചു കൊടുത്തതും. അത് ഫോട്ടോയിൽ വ്യക്തവുമാണ്. ഇതിനെല്ലാം മറുപടി ഷാജിദ തന്നെയാണ് പറയേണ്ടത്. വിവാഹം കഴിഞ്ഞു എന്ന് റഊഫിനെ അറിയിക്കുന്ന ഒരു വോയിസ് ക്ലിപ്പ് കൂടിയുണ്ട്. ഓൻ്റെ കൂടെ ഞാൻ പോയത്, ഓനെ ഞാൻ കല്യാണം കഴിക്കാൻ പോണത്, കണ്ടില്ലേ? ഓനെ കല്യാണം കഴിക്കാൻ പോണത്. ഓക്കെ, ഇനി കൂടുതലായിട്ടൊന്നും അറിയണ്ടല്ലോ. റഊഫിന് ഷാജിദ അയച്ച മധുര മനോഹരമായിട്ടുള്ള വോയിസ് ആണിത്. എന്ത് പൊളിയായിട്ടുള്ള തേപ്പാണിത്. ഇതാണ് തേപ്പ്. തേപ്പ് കിട്ടിയാൽ അധിക നേരമൊന്നും സൈലൻ്റ് ആയിട്ട് നിന്നിട്ടില്ല, പ്രതികരിച്ചു തുടങ്ങി. ഒട്ടുമിക്ക യൂട്യൂബേഴ്സിനും തെളിവുകൾ അടങ്ങുന്ന വോയിസ് ക്ലിപ്പ്, ഫോട്ടോ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയെല്ലാം അയച്ചു കൊടുത്തു. ഇപ്പോൾ ഷാജിദ വീണ്ടും എയറിൽ നിന്ന് എയറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.